എടാ ഈ സ്പോട്ട് കൊള്ളാല്ലേ? അതേടാ, കൊള്ളാവുന്ന വൈബാ. നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ സെറ്റ് ചെയ്യണല്ലേ? ഈ ദിവസം നമ്മളെ എന്തൊക്കെ നല്ല കാഴ്ചകളാണ്. നല്ല കടല്, നല്ല വയലേലകള്, പ്രകൃതി എന്ത് നല്ല കാഴ്ചകളല്ലേ? കുറെ സ്ഥലങ്ങൾ പോയോണ്ട് അതെ, നമുക്ക് ഇതെല്ലാം കാണാൻ സാധിച്ചു. നല്ലൊരു കാര്യം. നോമ്പ് കാലത്ത് നമുക്ക് നമ്മളുടെ ഈ ജ്യോതിസായി പലയിടങ്ങൾ സന്ദർശിക്കാൻ കഴിഞ്ഞു. അതെ, ഇനിയും അവസാന നാളുകളിലേക്ക് വരികയാണ് ഈ നോമ്പിൻ്റെ. ഈ നമ്മൾ പോയ ഇടങ്ങളിലെ ഓരോ പ്രകൃതിയും നമ്മളോട് ഓരോ പാഠങ്ങളാണ് തന്നെ, അല്ലേ? ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല സൃഷ്ടികളും ഒരു അധ്യാപകനാണ്. അതൊരു വിദ്യാലയം പോലെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇന്ന് നമ്മളിരിക്കുന്നത് ഈ നമ്മുടെ ജ്യോതിസിനോട് ചേർന്ന് ഉള്ള ഒരു ആറിൻ്റെ വക്കത്താണ്, അല്ലെങ്കിൽ നദിയുടെ തീരത്താണ്. ഇത് നമുക്ക് തരുന്ന ഒരു ഉപദേശം നോമ്പുമായി ചേർത്ത് വെച്ച് പറയട്ടെ. ഈ നദി നോക്കി പുറമോട്ട് ഒഴുകുന്നില്ല, എപ്പോഴും മുന്നോട്ടേ ഒഴുകുന്നുള്ളൂ. ഈ നദി വരുന്ന വഴികളിലെല്ലാം നിങ്ങൾ നോക്കി, ഇരു കരകളിലും പച്ചപ്പാണ്, ജീവന്റെ അംശമാണ്. ഇവിടെ തന്നെ നോക്കിയാട്ട് എന്ത് ജീവജാലങ്ങളാണ് ഈ നദിക്കുള്ളിൽ വളരുന്നത്. മനുഷ്യന്റെ കഠിനമായ പാപങ്ങൾ കാരണം അവൻ പലപ്പോഴും നദിയെ മലിനമാക്കാൻ ശ്രമിക്കുമ്പോഴും ഒഴുകി 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 അത് ശുദ്ധിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പുകാലം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് മുന്നോട്ട് ഒഴുകാം, ശുദ്ധിയായി ഒഴുകാം. അതോടൊപ്പം തന്നെ നമുക്ക് തരുന്ന വലിയ ഉപദേശം, നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ജീവന്റെ അംശമായി തീരാം. നോമ്പ് ജീവന്റെ തുടുപ്പുകളെ രൂപപ്പെടുത്താൻ ഇടയാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാനായിട്ട് സാധിക്കും. ഈ ലോകവാരിധിയിലോളങ്ങളേറിടുമ്പോൾ താഴാതെ താങ്ങിടുന്നവൻ, കാർമേഘതുല്യമാം കളങ്കങ്ങൾ നീക്കി എന്നെ തേജസ്സിൽ സ്വീകരിക്കുവാൻ എന്നേശു വന്നിടും. എന്നാശയൊന്നിതി അരുമയോടൻ കരം പിടിച്ചു ശാന്തിയേകിടാൻ, എൻ ദുഃഖം തീർത്തിടാൻ, കണ്ണീർ തുടച്ചിടാൻ എന്നേശു വീണ്ടും വന്നിടും.